ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു കഥ വായിക്കാനാണ് എൻ്റെ പരിപാടി. നമ്മുടെ ഫ്രണ്ടും നല്ലൊരു എഴുത്തുകാരനുമായ ആഷിർ മൂസ, എടക്കാടുകാരനാണ് ജന്മം കൊണ്ട്. ഇപ്പോൾ ഗൾഫിലാണ്. ഈ ഒരു എഴുത്ത് എനിക്ക് വല്ലാതെ അങ്ങ് ബോധിച്ചു. അപ്പോൾ ഞാൻ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ തുടങ്ങാം. കഥയുടെ പേര് അയാളും ആടും. യൂട്യൂബിൽ ഫിറോസ് ചുട്ടിപ്പാറയുടെ ചാനലിൽ ഒരു മുഴുവൻ ആടിനെയും മസാല പുരട്ടി ചുട്ടെടുക്കുന്നത് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് നൗഷാദിനും ഭാര്യ ഷമീലയ്ക്കും അതുപോലെ ഒന്ന് ചെയ്യാനുള്ള ആഗ്രഹം. അടുത്ത ശമ്പളം കിട്ടിയാൽ ഇതിനായി കുറച്ച് പൈസ മാറ്റിവെക്കാൻ നൗഷാദ് തീരുമാനിച്ചു. എന്നറിഞ്ഞപ്പോൾ തന്നെ ഷമീലയും ആടിനെ തിരയാൻ തുടങ്ങി. അവസാനം അയൽവക്കത്തുള്ള അശീബയാണ് കശാപ്പുകാരൻ ജബ്ബാറിനെ വിളിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തത്. അയാളോട് പറഞ്ഞ അന്ന് തന്നെ നൗഷാദിനെ വിളി വന്നു. ഒത്തൊരെണ്ണം വന്ന് കിടപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടോളൂ. ഇത്രയും ഡിമാൻഡ് ഇല്ലാത്ത ഒരു സാധനത്തിന് വേണ്ടിയാണോ ഞാനും ഭാര്യയും ഒരാഴ്ചയോളം അന്വേഷിച്ചത് എന്ന് സംശയിച്ചുകൊണ്ട് ജബ്ബാറെ, ഇപ്പോൾ കയ്യിൽ കാശില്ല, 10 ദിവസം കഴിഞ്ഞാണ് ശമ്പളം വരുന്നത്, അപ്പോൾ മതിയായിരുന്നു. പൊതുവെ ആരോടും കടം വാങ്ങാറില്ലാത്ത നൗഷാദ് പറഞ്ഞു, സാരമില്ല, സാധനം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോ, അറിവിന് വന്നാൽ പൈസ തന്നാൽ മതി. ഇനി ഒരെണ്ണത്തിന് ഇതുപോലെ ഒത്തു കിട്ടണമെന്നില്ല. അയാളുടെ മറുപടി കേട്ടപ്പോൾ ഞാൻ കരുതിയ പോലെയല്ല ആടിന് ഡിമാൻഡൊക്കെ ഉണ്ട് എന്ന് നൗഷാദിന് തോന്നി. ശരി, ഞാൻ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ശേഷം ഷമീലയുമായി ചർച്ച ചെയ്തു. നല്ലതാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് 10 ദിവസം പോറ്റാം. അവളുടെ മറുപടി കൂടി കേട്ടതോടെ നൗഷാദ് ആടിനെ പോയി കാണാൻ തീരുമാനിച്ചു. തൂവെള്ള നിറമുള്ള രോമങ്ങളും മുളച്ചു വരുന്ന ചെറിയ കൊമ്പുകളും എന്തോ പ്രത്യേകത തോന്നുന്ന ചെവികളും ആകർഷണീയമായ കണ്ണും കുറിയൻ കാലുകളുമൊക്കെയുള്ള ചെറിയ ആടിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ നൗഷാദിനും ഭാര്യയ്ക്കും ഇഷ്ടമായി. പക്ഷേ ജബ്ബാർ നിശ്ചയിച്ച വില മാത്രം അവർക്ക് ഇഷ്ടമായില്ല. അരമണിക്കൂറോളമുള്ള സംസാരത്തിന് ശേഷം അറവുൾപ്പെടെ തൃപ്തിയായ ഒരു വിലയിൽ രണ്ടുപേരും എത്തിച്ചേർന്നു. പൈസ ഒരാഴ്ച കഴിഞ്ഞ് അറവിന് വരുമ്പോൾ തരാം, അറവിന് ആളെ അയച്ചാൽ അയാളുടെ കയ്യിൽ കൊടുത്താൽ മതി എന്ന ധാരണയിൽ ആടിനെ കൊണ്ടുപോകാൻ ജബ്ബാർ സമ്മതിച്ചു. ആദ്യ ദിവസം ആടിനെ അടുക്കള ഭാഗത്ത് മതിലിനോട് ചേർന്ന് താൽക്കാലികമായി ടാർപ്പായി കെട്ടി അതിന് ചുവട്ടിൽ കെട്ടിയിടുകയും ആവശ്യത്തിനുള്ള വെള്ളവും പുല്ലും അവിടെ വെക്കുകയും ചെയ്തു. പിറ്റേന്ന് ഹർത്താൽ ദിവസമായതുകൊണ്ട് തന്നെ ഷമീല ആടിനെ അറക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറുത്താൽ ജബ്ബാറിന് കാശ് കൊടുക്കണം, ശമ്പളം വന്നതിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച അറുക്കാം. നൗഷാദ് അത് പറഞ്ഞു. അവരെ നോക്കി അവളും അത് ശരിവെച്ചു. അടുത്ത ദിവസം ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആടിനുള്ള പ്ലാവിലയും പുല്ലും എല്ലാം ശരിയാക്കിയിട്ടാണ് നൗഷാദ് ജോലിക്ക് പോയത്. വൈകിട്ട് തിരിച്ചു വരുമ്പോഴും ആടിന് കഴിക്കാനുള്ള തവിടും പിണ്ണാക്കും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള നൗഷാദിന്റെ ഒഴിവു സമയങ്ങൾ ആടിനിഷ്ടമുള്ള പ്ലാവില തേടുക, ആടിനെ കുളിപ്പിക്കുക, അതിനെ കൊഞ്ചി തീറ്റിക്കുക എന്നതിലേക്ക് മാത്രമായി ചുരുങ്ങി. ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നൗഷാദും ആടും തമ്മിൽ ഒരു ആത്മബന്ധം ഉടലെടുത്തു. സായാഹ്നങ്ങൾ നൗഷാദിന്റെ വരവിനായി ആട് കാത്തു നിൽക്കുന്നതായി മറ്റുള്ളവർക്കും തോന്നിത്തുടങ്ങി. ദൂരെ നിന്നും നൗഷാദിന്റെ വരവ് കാണുമ്പോഴേക്കും മുന്നിലെ 2 കാലും ഉയർത്തിച്ചാടുകയും അയാൾ അടുത്തെത്തിയാൽ തന്റെ ചെറിയ നെറ്റിത്തടം കൊണ്ട് നൗഷാദിന്റെ കാലിൽ ഇടിക്കുകയും അയാൾക്ക് ചുറ്റും വലയം വെക്കുകയും ശരീരം അയാളിൽ ഉരസി രസിക്കുവാനും തുടങ്ങിയ ആടിന്റെ ഇത്തരം ചെറിയ കുസൃതികൾ നൗഷാദും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇതിനിടയിൽ എപ്പോഴോ പുറത്തുള്ള ആടിന്റെ താമസം അടുക്കള ഭാഗത്തെ ഗ്രിൽസിനകത്തേക്ക് മാറ്റിയിരുന്നു. ശനിയാഴ്ച ശമ്പളം കയ്യിൽ കിട്ടിയിട്ടും എന്തോ ആ വിവരം അയാൾ ഭാര്യയിൽ നിന്നും മറച്ചുവെച്ചു. പറഞ്ഞാൽ ഒരുപക്ഷെ നാളെ തന്നെ ആടിനെ അറുക്കേണ്ടി വരുമെന്ന് അയാൾക്ക് തോന്നി. രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നൗഷാദിന്റെ ഫോൺ ശബ്ദിച്ചത്. മറുഭാഗത്ത് ജബ്ബാറായിരുന്നു. നാളെ രാവിലെ ആളെ അയക്കാം എന്നയാൾ പറഞ്ഞപ്പോൾ ഓക്കെ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ അയാൾക്ക് തോന്നിയില്ല. പെട്ടെന്ന് ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോകുന്ന ഭർത്താവിനോട് ആരായിരുന്നു ഫോണിൽ എന്ന ചോദ്യത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ അത് ആ ജബ്ബാറാടി, നാളെ രാവിലെ വരുമെന്ന്. ശമ്പളം കിട്ടാത്തതിന്റെ വിഷമത്തിലായിരിക്കും ഒരുപക്ഷെ ഭർത്താവ് വിഷമിക്കുന്നത് എന്ന് കരുതി അവൾ അതിന് നിങ്ങൾ എന്തിനാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, മതിയടി എന്ന് പതുക്കെ പറഞ്ഞ അയാൾ അടുക്കള ഭാഗത്തേക്ക് നടന്നു. പതിവ് പോലെ രാവിലെ ആടിന് കഴിക്കാനുള്ള പഴത്തൊലിയും കാടിവെള്ളവും എടുത്ത് നൗഷാദ് ആടിനടുത്തേക്ക് ചെന്നു. സാധാരണ അയാൾ കൊണ്ടുവരുമ്പോഴേക്കും തിന്നാൻ ധൃതി വെക്കുന്ന ആട് പതിവിന് വിപരീതമായി അയാൾ കൊണ്ടുവച്ച ഭക്ഷണത്തിൽ നിന്നും ഒന്നും ശ്രദ്ധിക്കാതെ അയാൾക്ക് മുന്നിൽ വന്നു നിന്ന് മുന്നിലെ 2 കാലും പൊക്കി അയാളിലേക്ക് വീണു. അല്പനേരം നൗഷാദ് എന്തു ചെയ്യണം എന്നറിയാതെ ആടിനെ കെട്ടിപ്പിടിച്ചു. എന്നും ചെയ്യുന്നത് പോലെ കൊഞ്ചി തീറ്റിക്കുവാനും നൗഷാദിന് വാക്കുകൾ കിട്ടിയില്ല. അറിയാതെ അയാളുടെ കണ്ണുകൾ കലങ്ങി. ചുറ്റുമുള്ളതൊക്കെ ഒരു മങ്ങൽ പോലെ അനുഭവപ്പെട്ട അയാൾ കണ്ണുകൾ തുടച്ച് ചുറ്റും നോക്കി. അപ്പോഴാണ് മകൾ ഫാത്തിമ അയ്യേ വാപ്പ കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആടിനെ കെട്ടിയ കയർ അഴിച്ചുപിടിച്ച് വലിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ 1-2 തവണ ഒന്നും ആട് അനങ്ങിയില്ല.
അവൾ ഒന്നുകൂടി ശക്തമായി വലിച്ചപ്പോൾ ആട് അവളെയും വലിച്ചുകൊണ്ട് മുന്നോട്ടോടിയതും ഉമ്മ എന്ന നിലവിളിയോടെ അവൾ തെറിച്ചു വീണു. എന്റെ പടച്ച റബ്ബേ എന്ന ഷമീലാന്റെ നിലവിളി കേട്ടതോടെ അയൽവക്കക്കാരും കിണറ്റിന് ചുറ്റും കൂടി. എല്ലാവരുടെയും ശ്രദ്ധ കിണറ്റിൽ വീണ് കിടക്കുന്ന ആടിലായതുകൊണ്ട് ഫാത്തിമ പെട്ടെന്ന് കരച്ചൽ മതിയാക്കി കിണറ്റിനടുത്തേക്ക് ചെന്നു. നോക്കുമ്പോൾ കണ്ട കാഴ്ച തന്റെ വാപ്പ കിണറ്റിൽ ഇറങ്ങുന്നതാണ്. ഞാൻ അവിടെ വീണു കിടക്കുന്നത് ഈ മനുഷ്യൻ കണ്ടില്ലേ എന്ന ചെറിയ മനസ്സൊരു നിമിഷം സംശയിച്ചുകൊണ്ട് കൈ വീശി നടക്കുന്ന ലാഘവത്തോടെ ആ കിണറിലേക്ക് ഇറങ്ങുന്ന അയാളെ ഫാത്തിമ അത്ഭുതത്തോടെ നോക്കി. മുട്ടോളം മാത്രമുള്ള വെള്ളത്തിൽ വെപ്രാളപ്പെട്ട് തുള്ളിച്ചാടിക്കൊണ്ടിരുന്ന ആടിനെ നൌഷാദ് കയ്യിലെടുത്തതും അതുവരെയുള്ള എല്ലാ വെപ്രാളവും നിർത്തി ആട് അയാളുടെ ഇടിക്കുന്ന നെഞ്ചിലേക്ക് വീണു. സുരക്ഷിതമായ ഒരിടം കണ്ടെത്തിയതുപോലെ അത് ആശ്വാസം കൊള്ളുന്നതായും അയാൾക്ക് തോന്നി. നൌഷാദ് ആടിനെ അതീവ വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുകയും നെറ്റിത്തളങ്ങളിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു. ശേഷം നാട്ടുകാർ കെട്ടിത്താത്തിയ കൊട്ടയിൽ ഭദ്രമായി പുറത്തെത്തിച്ച ശേഷം പിറകെ കയറി വന്ന അയാൾ ആദ്യം കണ്ട കാഴ്ച ജബ്ബാറിന്റെ പണിക്കാരൻ ആടിന്റെ കയർ വലിച്ച് നടക്കുന്നതാണ്. ഒരു നിമിഷം അയാൾക്ക് തല കറങ്ങുന്നതായി തോന്നി. ഹേയ്, അവിടെ നിൽക്കൂ, നൌഷാദിന്റെ ശബ്ദമുയർന്നു. പെട്ടെന്ന് അവിടെ ഭയാനകമായ നിശബ്ദത പടർന്നു. ആടിന്റെ അമ്പേ എന്നുള്ള കരച്ചിൽ കേട്ടതോടെ അയാൾക്ക് ഞാൻ ഉറക്കെയാണ് സംസാരിച്ചതെന്ന് ബോധമുണ്ടായി. അയാൾ അറവുകാരന്റെ അടുത്തേക്ക് ചെന്ന് സാവധാനം, ഇന്നറവ് വേണ്ട, പിന്നീട് ഒരു ദിവസമാവാം എന്ന് പറഞ്ഞു. മറുപടിയായി അയാൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അകത്ത് ചെന്ന് നൌഷാദ് പറഞ്ഞുറപ്പിച്ച തുക മുഴുവനും അയാളെ ഏൽപ്പിച്ചു. ഇത്രയും കണ്ടുനിന്ന ഷമീലയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. ആടിനെ ചുട്ടു തിന്നുക എന്ന പരിപാടി എന്തായാലും ഈ ഒരു വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. അവൾ ആടിനെ നോക്കി ഒന്ന് ചിരിച്ചു. ആഷിർ മൂസ എന്ന ആച്ചിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും നല്ല നല്ല കഥകൾ വരുമെന്ന പ്രതീക്ഷയോടെ നവാസ് ഡയറീസ് സൈനിങ് ഓഫ്. ബൈ ബൈ.